ലബനൻ വെടിനിർത്തലിന്റെ ഭാഗമായി തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഇന്ന് പിന്മാറ്റം ആരംഭിക്കും. തന്ത്രപ്രധാനമായ 5 പോസ്റ്റുകളിൽ IDFന്റെ സാന്നിധ്യം തുടരുമെന്നാണ് റിപ്പോർട്ട്. സമയപരിധിക്കപ്പുറം സൈന്യം തുടർന്നാൽ അധിനിവേശമായി പരിഗണിക്കുമെന്നാണ് ഹെസ്ബോളയുടെ മുന്നറിയിപ്പ്. യുഎസിന്റെ മധ്യസ്ഥതയിൽ നവംബർ 27 പ്രാബല്യത്തിൽ വന്ന ലബനൻ വെടിനിർത്തൽ കരാർ പ്രകാരം 60 ദിവസത്തെ സമയമാണ് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റത്തിനായി ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ തെക്കൻ ലബനന്റെ നിയന്ത്രണം ലബനൻ സൈന്യത്തിന് കൈമാറി IDF പിന്മാറണമെന്നായിരുന്നു കരാർ. ഈ സമയപരിധി ജനുവരി 26 അവസാനിച്ചു. ലബനൻ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ മന്ദഗതിയിലാണെന്നും സുരക്ഷാ വിന്യാസത്തിൽ തൃപ്തിയില്ലെന്നും വാദിച്ച ഇസ്രായേൽ യുഎസിന്റെ അനുമതിയോടെ സമയപരിധി ഫെബ്രുവരി 18 വരെ നീട്ടിയ സമയപരിധിക്കപ്പുറം ലബനനിലെ 5 തന്ത്രപ്രധാനമായ പോസ്റ്റുകളിൽ IDF സാന്നിധ്യം തുടരുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ഇസ്രായേൽ അതിർത്തി പട്ടണമായ സ്നോമിക്ക് എതിർവശത്തുള്ള ലബനൻ കുന്നുകളിലെ 5 പോസ്റ്റുകളിലാണ് സൈന്യം തുടരുക. ലിറ്റനി നദിക്ക് അപ്പുറത്തേക്ക് ഹെസ്ബോള പൂർണ്ണമായും പിന്മാറും വരെ അനിശ്ചിതകാലത്തേക്കാണ് സൈനിക വിന്യാസം. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ലബനിൽ നിലയുറപ്പിക്കുന്ന സൈന്യത്തെ അധിനിവേശ സൈന്യമായി പരിഗണിക്കുമെന്ന് ഹെസ്ബോളയുടെ മുന്നറിയിപ്പുണ്ട്. ഇസ്രായേലിന്റെ സമ്പൂർണ്ണ പിന്മാറ്റത്തിന് സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രസിഡന്റ് ജോസഫ് ഔണിനോട് ഹെസ്ബോൾ ആവശ്യപ്പെട്ടു. സൈന്യം പിന്മാറിയാലും ഹെസ്ബോളയുടെ ഭീഷണികളോട് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും പറയുന്നു. ഈ നിലയ്ക്ക് ഇരുവിഭാഗവും അംഗീകരിക്കുന്ന മറ്റ് സാധ്യതകളും പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ സൈന്യത്തിന് പകരം സ്വന്തം സൈന്യത്തെ അതിർത്തികളിൽ വിന്യസിപ്പിക്കാൻ ഫ്രാൻസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് സൈന്യമടങ്ങുന്ന UN സമാധാന സേനയെ പകരം വിന്യസിക്കാനുള്ള പദ്ധതിയും മധ്യസ്ഥരുടെ പരിഗണനയിലുണ്ടെന്നാണ് റോയിട്ടേഴ്സിന്റെ ഉൾപ്പെടെ റിപ്പോർട്ട്. അനിഷ്ട സംഭവങ്ങളില്ലാതെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷവും വെടിനിർത്തൽ തുടർന്നാൽ ഹെസ്ബോളയുടെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട വടക്കൻ ഇസ്രായേലിലെ 10,000-ങ്ങൾക്ക് മാർച്ച് 2 സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്നതിനുള്ള സാഹചര്യമൊരുങ്ങും. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.